ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം നമ്മൾ റാങ്ക് ഫയൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ റാങ്ക് ഫയലിലെ കെമിസ്ട്രിയിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റത്തിൻ്റെ മൗലിക ഗണങ്ങൾ വരെയാണ് പഠിച്ചത്. ഇനി അടുത്തത് ആദ്യകാല കണ്ടുപിടുത്തങ്ങൾ. വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ഹെൻറിച്ച് ഗീസ്ലറുടെ കണ്ടുപിടുത്തം ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ്. വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞ ഹെൻറിച്ച് ഗീസ്ലറുടെ കണ്ടുപിടുത്തം ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ്. വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുമെന്ന് തിരിച്ചറിഞ്ഞ ഹെൻറിച്ച് ഗീസ്ലറുടെ കണ്ടുപിടുത്തം ഡിസ്ചാർജ് ട്യൂബ് അല്ലെങ്കിൽ വാക്വം ട്യൂബ്. വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുകയും അതിനടുത്ത് ഒരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജൂലിയസ് പ്ലക്കർ. വാതകങ്ങളിലൂടെ ഡിസ്ചാർജ് നടക്കുമ്പോൾ ട്യൂബിനുള്ളിലെ മർദ്ദം കുറഞ്ഞാൽ ഗ്ലാസ് ട്യൂബിൻ്റെ വശങ്ങളിൽ പ്രത്യേക തിളക്കം ഉണ്ടാകുകയും അതിനടുത്തൊരു കാന്തം കൊണ്ടുവന്നാൽ തിളക്കത്തിൻ്റെ സ്ഥാനം മാറുമെന്നും കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജൂലിയസ് പ്ലക്കർ. ഗീസ്ലറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ്. ഗീസ്ലറുടെ ഡിസ്ചാർജ് ട്യൂബ് നവീകരിച്ച് പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ്. കാഥോഡ് രശ്മികളുടെ സവിശേഷതകളെക്കുറിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ്. ടിവിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും കാഥോഡ് റേ ട്യൂബുകളാണ്. ടിവിയുടെ പിക്ചർ ട്യൂബും എക്സ്റേ ട്യൂബും കാഥോഡ് റേ ട്യൂബുകളാണ്. വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത് അറിയപ്പെടുന്നത് വൈദ്യുത ഡിസ്ചാർജ്. വളരെ താഴ്ന്ന മർദ്ദത്തിൽ വാതകങ്ങളിൽ കൂടി വൈദ്യുതി കടന്നു പോകുന്നത് അറിയപ്പെടുന്നത് വൈദ്യുത ഡിസ്ചാർജ്. അടുത്ത ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്. ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം എന്നറിയപ്പെടുന്നത് ന്യൂക്ലിയസ്. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആധികാരികമായി തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. എന്താണ്? ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗം ന്യൂക്ലിയസ്. ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ മുഴുവൻ മാസും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രം ഉണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം 1911. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം 1911. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രം ഉണ്ടെന്ന് ശാസ്ത്രലോകം അംഗീകരിച്ച വർഷം 1911. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ പ്രോട്ടോൺ, ന്യൂട്രോൺ. ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന കണികകൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും. ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ്. ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? പോസിറ്റീവാണ്. പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നത് ന്യൂക്ലിയോൺ. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ന്യൂക്ലിയോൺ. അതായത് ന്യൂക്ലിയസിലാണ് കാണുന്നത് ഏതൊക്കെ? പ്രോട്ടോണും ന്യൂട്രോണും. ഇനി പ്രോട്ടോണും ന്യൂട്രോണും ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ന്യൂക്ലിയോൺ. ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? 10⁵5. ആറ്റത്തിൻ്റെ വലിപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? 10⁵5.
ആറ്റത്തിൻ്റെ വലുപ്പം ന്യൂക്ലിയസിനേക്കാൾ എത്ര മടങ്ങ് വലുതാണ്? 10⁵. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം 1836:1. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം 1836:1, 1836:1. ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും മാസുകൾ തമ്മിലുള്ള അനുപാതം 1836:1. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.